بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال رسول الله صلى الله عليه وسلم إن العبد إذا سبقت له من الله منزلة لم يبلغها بعمله ابتلاه الله في جسده أو في ماله أو في ولده ثم صبره على ذلك حتى يبلغه المنزلة التي سبقت له من الله تعالى. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമക്ക് അവൻ്റെ അടുക്കൽ പ്രത്യേകമായൊരു സ്ഥാനം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തേക്കെത്താൻ അവൻ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അല്ലാഹു തആല തീരുമാനിച്ച ആ സ്ഥാനത്ത് അവനെ എത്തിക്കുന്നത് വരെ അവൻ്റെ ശരീരത്തിലും അവൻ്റെ സമ്പത്തിലും സന്താനങ്ങളിലൊക്കെ അല്ലാഹു തആല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. അതിൽ ക്ഷമിച്ച് വിജയം കൈവരിച്ചവരാരാണോ അവരാണ് ആ വലിയ സ്ഥാനത്തേക്ക് എത്തുക എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും ഹജ്ജും ഉംറയും ഇത്യാദി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതൊക്കെ നമ്മൾ മുസ്ലിമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ. നിസ്കരിക്കാൻ ഖുമൂലില്ലാഹി ഖാനിത്തീൻ, നിങ്ങൾ നിസ്കരിക്കണം. വഖീമുസ് സ്വലാത്ത വാത്തുസ് സക്കാ വർക്കഉ മഅർ റാക്കിഈൻ. ഖുർആനിൽ ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ, കൽപ്പനകൾ വന്നിട്ടുണ്ട്. നിങ്ങളത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. അതനുസരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മല പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും, എത്ര വലിയ രോഗം കൊണ്ട് ശരീരം തളർന്നു പോയാലും, സാമ്പത്തികമായ വലിയ മേൽക്കോയ്മയിൽ ജീവിച്ചു, പക്ഷെ ഇപ്പം നോക്കുമ്പോഴേക്ക് വല്ലാത്ത പ്രയാസത്തിലാണ്, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. ഇനി മക്കളുണ്ടെങ്കിൽ തന്നെ ആ മക്കളുടെ കുരുത്തക്കേട് കൊണ്ടോ അതല്ലെങ്കിൽ മക്കൾ തന്നെ പെട്ടെന്ന് മരിച്ചുപോകൽ കൊണ്ടോ രോഗാതുരരായി നമ്മുടെ മുന്നിൽ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാകൽ കൊണ്ടോ ഇങ്ങനെ പലജാതി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഖൈറും ഷർറും നിർണയിക്കുന്നത് എൻ്റെ ഖാലിഖായ റബ്ബാണെന്ന ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മുസ്ലിമായാൽ മാത്രം പോരാ, മുഅ്മിനാകണം. മുഅ്മിനായാൽ മാത്രം പോരാ, മുഹ്സിനാവണം. ഈ 3 തലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ആ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്ര മുഅ്മിനീങ്ങളാണ് എത്രയാതി പ്രയാസങ്ങളാണ് സഹിക്കുന്നത്. വയനാട്ടിലുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ പാതിരാത്രിയിൽ അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട ഉമ്മയും സഹോദരിമാരും സഹോദരങ്ങളും അവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് സാധാരണ കിടക്കാൻ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാത്രം ഉടുത്ത് കിടന്നിരുന്ന അവരുടെ കയ്യിൽ ഇപ്പോൾ ആ ചളി പുരണ്ട് കിടക്കുന്ന വസ്ത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ജീവൻ ബാക്കിയുള്ളവരുടെ കയ്യിൽ. എത്ര മയ്യത്തുകളാണ് ചാലിയാറിലും മറ്റും ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്കൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കട്ടെ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അതൊരു മുസീബത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ശുക്റു സറാഇ വസബ്റു ളറാ, സന്തോഷമുണ്ടാകുമ്പോൾ നന്ദി ചെയ്യുകയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഈമാനിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിച്ചാൽ അല്ലാഹു തആല നിർണയിച്ച ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തിയവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും മുത്തു റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരൊക്കെ അങ്ങനെ എത്തിയവരാണ്. ഒരുപാട് തീച്ചൂളയിലുള്ള പരീക്ഷണങ്ങൾ, വെന്തുരുകുന്ന തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഖാലിഖായ റബ്ബിനെ മാത്രം വിളിച്ച സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നൊക്കെ കാട്ടിത്തന്ന മാർഗം. പരീക്ഷണം ഉണ്ടാകുമ്പോൾ എന്താ എന്നെ അല്ലാഹ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എനിക്ക് മാത്രം എന്താ എപ്പോഴും ഈ പരീക്ഷണം എന്ന് ചിന്തിക്കാതെ ആ പരീക്ഷണത്തിൽ ക്ഷമ നേടിയിട്ട് നന്നായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ ആ സ്ഥാനത്തേക്ക് അല്ലാഹു തആല നമ്മെ എത്തിക്കും. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മയും പ്രിയപ്പെട്ട വയനാട്ടിലുള്ള അതുപോലെ